വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാൻ എന്താ ഇങ്ങനൊരു കോലത്തിൽ എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ടുഡേ വി ആർ ഗോണ മേക്ക് സം വൈൻ ഫോർ ക്രിസ്മസ്. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു പാർട്ടി വൈബിലാക്കി. സോ അതിൻ്റെ ഡെക്കറേഷനൊക്കെ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് ഗ്രേപ്സ് ഒക്കെ നമ്മൾ വെച്ച് കുറച്ചും കൂടി ഡെക്കറൊക്കെ ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കൂടി ഏപ്രിലൊക്കെ കിട്ടി, അതുപോലെ ബന്ധാനയൊക്കെ വെച്ച് ഒരു ഗേളിഷ് വൈബിൽ കുറച്ച് ഗേൾസ് ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. അപ്പോൾ നമ്മളെല്ലാവരും ബന്ധാനയൊക്കെ സെറ്റാക്കി, ഹെയറൊക്കെ സെറ്റാക്കി ഏപ്രിലൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരോട് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വൈനിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വൈൻ ഇടണേക്കാളും മുന്നേ നമ്മൾ മുന്തിരിങ്ങയൊക്കെ നല്ല ബ്ലാക്ക് കളർ മുന്തിരിങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ സീഡ്ലെസ് ഗ്രേപ്സ് നമ്മൾ ഫുൾ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്ത് ഇനി അത് ഉണക്കണം. ഉണങ്ങിയിട്ടാണ് നമ്മൾ വൈനിടാന്നാണ് പറയണത്. എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, മമ്മിക്കറിയാം എന്നുള്ള വിശ്വാസത്തിൽ നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വൈനിടാൻ. സോ ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ് വൈനിടണേ എന്നുള്ളത്. ഇത് നോക്കി നിങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ വല്ലവരുടെയും നോക്കി ചെയ്താൽ മതി. നമ്മളെന്താ ചെയ്യുക, പാർട്ടിയൊക്കെ എങ്ങനെയാണെന്നുള്ളതും നമ്മളെന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അത് സക്സസ്ഫുൾ ആവുമെന്നുള്ളത് ഇനി 25 ഡേയ്സ് കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോഴായിരിക്കും നമ്മളിത് വൈൻ പൊട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മിയും ഏഞ്ചലൊക്കെ റെഡി ആവാണ്. ഞാൻ അവരെ കാണിച്ചു. ഏഞ്ചല് എനിക്ക് ഏഞ്ചലാണ് ബന്ധാനൊക്കെ കെട്ടിത്തന്നത്. ഒരു വന്നോണ്ടാണ് ഇവിടെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പം ഞാൻ ക്രിസ്മസ് വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എത്തി ആരാണ് നോക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം. ഞാൻ നിങ്ങളെ യൂട്യൂബ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അല്ലാണെങ്കിൽ കുറെ അയ്യോ യൂട്യൂബിൽ അവിടെ വന്നാലുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്. അപ്പൊ ചേഞ്ചിൽ എന്തെങ്കിലും 2 വാക്ക് പറയാൻ പോകുന്നതാണ്. നമ്മളിപ്പോ വൈനിടാൻ പോവാണ്. യൂട്യൂബിലേക്ക് മമ്മി അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കും. അപ്പൊ അതേ നല്ല കഴുകി വാരി മുന്തിരിങ്ങ അപ്പുറത്തിരിക്കുന്നത് വെറും ഷോ. നമ്മളിപ്പോ മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ഉപ്പിലിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇപ്പൊ നമ്മളിത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മുന്തിരിങ്ങ മുന്തിരിങ്ങ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വൈകിടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് മുന്തിരിങ്ങ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഉപ്പി എടുക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും ഉപ്പി എടുത്ത് ഡ്രൈ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ബട്ട് ലെറ്റ്സ് സീ, അറിയില്ല. ഗോതമ്പില്ലാതെ എല്ലാരും കേട്ടില്ലേ? അപ്പൊ ഗോതമ്പില്ലാത്തോണ്ട് സൂചി ഗോതമ്പില്ലാത്തോണ്ട് നോർമൽ ഗോതമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കരയാമ്പൂ, ഏലക്കായ, കറുവപ്പട്ട, ഈ 3 കൂട്ടങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഈസ്റ്റ് വേണം, അതുപോലെ കുറച്ചധികം പഞ്ചസാര വേണം. കുറച്ച് ഈസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് വൈനിടാം. വൈനിപ്പിടാനായിട്ട് എന്താ ചെയ്യാൻ പോണ മമ്മി? ആദ്യം കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടാം. കുറച്ച് ഗ്രേപ്സും പിന്നെ ഗ്രേപ്സ് ഇട്ട് ഉടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ഇടാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ലാസ്റ്റ് ആണ്. അതല്ല, പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഞ്ചസാരയും ഇത് മാത്രം മതി. അപ്പൊ കുറച്ച് വാരിട്ടോ കാവ്യ. കാവ്യ വാരിട്ടോളൂ. കാവ്യയുടെ അത്
അല്ല ഇൻസ്റ്റാഗ്രാമിലോട്ട് ആരും ഇടിക്കാൻ പഞ്ചസാര അയ്യോ ഇത് നല്ല ആരോഗ്യമാണ്. ഞാൻ പറഞ്ഞു ഇച്ചിരി മിക്സിയിലിടണോ? അയ്യോ എനിക്ക് തരുവാ. ഇച്ചിരി പഞ്ചസാര ചിലപ്പോ ഒന്ന് അമ്മങ്ങി കിട്ടുമായിരിക്കും. ഈ സാധനം ഇച്ചിരി പാടാ. എന്താ ഇതേ നിനക്ക് കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഗ്രേപ്സ്. ആൽബിക്കയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കാൻ. നമുക്ക് നെക്സ്റ്റ് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ പഞ്ചസാര. ഫസ്റ്റ് ലെയർ പഞ്ചസാര കുറച്ച് ഭംഗിയിലൂടെ ഇവിടേക്ക് അവിടേക്ക് വരണ്ടേ ഇത്? കുഴപ്പമില്ല. ഉള്ളിടട്ടെ. കേട്ടോ. പക്ഷെ സത്യം പറയട്ടെ നന്നായി ഉടയണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നു. വൈനിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മളെന്ന് എനിക്ക് വൈനിന്റെ അവസാന ഘട്ടങ്ങളിലോട്ട് ആയോ? 2 മണിക്കൂറായി. സ്റ്റിൽ ബിഗിനർ സ്റ്റേജിലാണ്. നമ്മളൊക്കെ ഒരു ചെറിയ കാര്യം പറയട്ടെ, താഴേന്ന് ഉടയ്ക്കാത്തോണ്ട് മോളില് അത്ര ഉടവ് ശരിയാവണില്ല. താഴെ ഉടക്കാത്തോണ്ടല്ല, താഴെ ഉടഞ്ഞുണ്ടല്ലോ. മേളില് താഴെ മൊത്തം നമ്മള് വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തോണ്ട് അത് ഒട്ടും ഉടയ്ക്കാൻ പറ്റില്ല. അതിനെ പൊക്കി എടുക്കായിരുന്നു. അത് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും. അത് ഉടഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ കിടക്കട്ടെ കുറച്ചുകൂടെ. നല്ലോണം വിതർക്ക്. അപ്പം ആ ഒരു ഞാൻ ആ ചൂട് കിട്ടാൻ വേണ്ടിട്ടാ. മിക്സ് ചെയ്യണ്ട. എനിക്ക് തോന്നുന്നു അത് മിക്സ് ആയെന്ന് തോന്നുന്നു. ഏതൊക്കെയാ എടുക്കണം? നമ്മള് അപ്പുറത്തേക്ക് മാറ്റുന്നതിന് മുന്നേ എല്ലാം ഒന്നും കൂടി അതിനകത്ത് അടിക്കണം. അയ്യോ പൊന്നെ ബന്ധാൻ അതേ ശരിയാക്കും. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ മമ്മി? അല്ല സീരിയസ്ലി ഭയങ്കര ടാറ്റു പിടിച്ചിരുന്നോ? ഇതേ അപ്പൊ ഇനി വെള്ളം ഇതിൽ ഒഴിക്കാൻ പറ്റാ? അവനെല്ലാം ഹെൽപ്പിങ്ങ. പക്ഷെ അടിപൊളിയാ. വീഡിയോയിൽ തന്നെ കാട്ടിയിടി. നല്ലായിരുന്നു അല്ലേ? അല്ലേ കുറച്ച് മുന്തിരിങ്ങൊക്കെ എന്തെങ്കിലും ചെയ്യും. മുന്തിരി ഇപ്പൊ എവിടെ വെക്കണ്ടേ? അതിന്റെ ഫില്ല് ഈ എവിടെ നമ്മൾ ഇങ്ങനെ ഇതിനിങ്ങനെ വിരിച്ചു വെക്കാനല്ലേ? മനസ്സിലായി. കുറച്ച് അതായത് കുറച്ചും കൂടെ ഒരു ഇങ്ങോട്ട് ഇങ്ങനെ കാവേനൊന്നും വീഡിയോ കിട്ടുന്നില്ല കേട്ടോ. കാവ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യണ പോലെ അഭിനയിച്ച എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുക. അങ്ങനെ ഫൈനൽ സ്റ്റേജ് ആയി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആയി. ഇനി ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കണം. നന്നായിട്ട് ഇളക്കി എടുക്കണം പഞ്ചസാര. ഉടയാത്തത് ഉടയാൻ പറ്റുന്ന ഇത് കണ്ടിത് ഉടയ്ക്കാൻ നോക്കി. ഈ മുന്തിരി നമ്മളെ നാട്ടിലെ പോലെ അല്ല. സീനാണ് ഇപ്പൊ എന്റെ കൈയുടെ കൊണ്ടു. കാവ്യക്ക് എന്താ പറയാ? വേണ്ടാന്നാണ് ഒന്നും തുടങ്ങുന്നത്. അത്രയും സുന്ദരൻ എന്നാ ഇളക്കിക്കോ മതിയാ. പറ്റുള്ള ഉടയ്ക്കാൻ പാടാ. അല്ലെങ്കിൽ അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു സ്പൂൺ. അടുത്തത് ഈസ്റ്റ് ഇടാൻ പോവാണ്. 2 സ്പൂൺ ഈസ്റ്റ്. നമ്മുടെ കണ്ട ആരെങ്കിലും യൂട്യൂബില് കണ്ട ആരെങ്കിലും ഒക്കെ വൈകിട്ടാണെങ്കിൽ കലക്കും. അളവൊന്നും പറയണമെന്നില്ല. അളവ് ഇത് നോക്കണ്ട. നല്ല നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോക്കിട്ട് ആരും വാങ്ങിട്ടെടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വൈകിട്ട് വേണ്ടിട്ട് ഒരു 3-4 സ്പൂൺ കേട്ടോ. ഇത് 3-4 സ്പൂൺ. മമ്മി കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത് 3-4 സ്പൂണോ. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഗോതമ്പ് 3 സ്പൂൺ. സൂചി കുറച്ച് നീ അളവ് പറയണ്ട. 4 സ്പൂൺ. മമ്മിയോട് ചോദിച്ചത് ഇപ്പൊ ഞാനൊന്ന്. നമ്മുടെ ഇഷ്ടത്തിനുള്ള വൈന നമ്മളല്ലേ കുടിക്കുന്നത്. 4-5 സ്പൂൺ ഇട്ടു. ഇപ്പൊ 4-5 ഇടാനോ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. സൂചി കുറച്ച് നല്ലത്. ഇതിനു വേണ്ടി അത് കാണിക്കാതെ എല്ലാം ഇറങ്ങിക്കോളും. നമ്മൾ ഏലക്ക എല്ലാവരും ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ വെറുതെ ഇട്ടാ പോരെ. ഏലക്കയുടെ ഒരു നല്ല മണല്ലേ? ശരി, നല്ല മണം. നിങ്ങൾ തന്ന ഇലക്കാന്നൊന്നും ചാറ് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഡെയിലി ആണോ
ഡെയിലി അല്ലെങ്കിൽ alternative days നമുക്ക് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കണം. 21 days. ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതൊന്നും അറിയില്ല. നമ്മുടെ ഒരു ട്രൈ ആണ്. 21 days നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പൊ നമുക്ക് അറിയാം ഇത് വൈനാണോ വേറെ എന്തെങ്കിലും ആയോ എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയുള്ളൂ. എനിവേ നമ്മുടെ വൈൻ എന്തായാലും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഫോർട്ടിഫൈഡ് വൈനില്ലേ, ഇനി വൈൻ വാങ്ങിക്കുമ്പോ അത് വാങ്ങിക്കും. നമ്മൾ വൈൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ക്ലോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞാ പോലെ മമ്മിക്ക് എന്നോട് ഇങ്ങനെ ചൂടാന്ന് പറഞ്ഞതിനാ. എയർ ടൈറ്റ് അത് അവിടെ തന്നെ കേട്ടാലും മതി. എയർ ടൈറ്റ് ചെയ്ത് കെട്ടണം എന്നാണ് പറയുന്നത്. കാറ്റും എയറും കിടക്കാൻ പാടില്ല. അതാണ് വൈൻ്റെ കാറ്റും പോട്ടെ. എയർ കിടക്കാൻ പാടില്ല. എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മളത് എയർ ടൈറ്റ് ആയിട്ട് ഇതിന്റെ മീതെ നമ്മൾ ഇതിന്റെ അടപ്പൊന്നും കൂടി ഒന്ന് വെക്കും. അത് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും ഇത് ലൂസാണ്. എനിക്ക് തോന്നുന്നത് അല്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതിന്റെ അടപ്പുണ്ട്. ചെറുണ്ട് ഞാൻ